ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് 2025 നടക്കാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാം, 21-ാം തീയതി നടക്കാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷ, ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കറണ്ട് അഫെയറിൻ്റെ 2ാം ഭാഗമാണ്. ഇന്നലെ നമ്മൾ 1-ാം ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 2ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാരണവശാലും ഈ ഒരു കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് ഇനി ഒരു പാർട്ടും കൂടെ എടുക്കുമ്പോൾ എക്സ്ക്ലൂസീവ് കറണ്ട് അഫെയർസ് 2025 നമ്മൾ പരിപൂർണമായും തീരും. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, AI ബന്ധപ്പെട്ട ഫാക്റ്റുകൾ, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ, ഇതൊക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളത്. എല്ലാം റീസെൻ്റ് കറണ്ട് അഫെയർസ് ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും കാണാതെ നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർസ് ക്ലാസ് തന്നെയാണിത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം, കാര്യങ്ങളിലേക്ക് വരാം. കുഞ്ഞുങ്ങളെ ടെലിവിഷനോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയോ കാണിക്കരുത് എന്ന കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, സ്വീഡൻ. സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം കുഞ്ഞുങ്ങൾക്ക് ടെലിവിഷനോ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ മീഡിയയോ കാണിക്കരുത്, അങ്ങനെ കാണിക്കരുത് എന്ന് പറയാൻ കാരണം അവരുടെ, നമുക്കറിയാലോ ഇന്ന് ഇന്ത്യയുടെ, കേരളത്തിൻ്റെ അവസ്ഥ അറിയാം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയാം. അവർ സമ്പൂർണമായും അവർക്ക് ഒരു മാനുഷികമായി ഉണ്ടാകേണ്ട മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവർ മറ്റൊരു ലോകത്ത് ജീവിക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിജിറ്റൽ മീഡിയകളുടെ അമിതമായ ഉപയോഗം കാരണം കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ അവരെ പരുവപ്പെടുത്തിയെടുക്കാൻ, അവരെ വാർത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ടെലിവിഷനോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയോ കാണിക്കണ്ട എന്ന് തന്നെ കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന യൂറോപ്യൻ രാജ്യമാണ് സ്വീഡൻ. മെറ്റ നമുക്കെല്ലാവർക്കും അറിയാം. മെറ്റ അവതരിപ്പിച്ച ChatGPT എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റ് റിയാലിറ്റി ഗ്ലാസിന്റെ പേരാണ് ഓറിയോൺ. എന്ന് പറഞ്ഞാൽ മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റ് റിയാലിറ്റി ഗ്ലാസ് ആണ് ഓറിയോൺ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി ഗൂഗിൾ ആരംഭിച്ച പദ്ധതിയുടെ സൈബർ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് വഴി സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി ഗൂഗിൾ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ്. 3 കിടിലൻ ഫാക്റ്റോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ടെലിവിഷനോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയകളോ കുട്ടികളെ കാണിക്കരുത് എന്ന് കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. എന്നാൽ മെറ്റ അവതരിപ്പിച്ച ഓഗ്മെന്റ് റിയാലിറ്റി ഗ്ലാസിന്റെ പേരാണ് ഓറിയോൺ. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി ഗൂഗിൾ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ്. 3 പോയിന്റും സെറ്റാണോ? ആണ്. അപ്പൊ എന്റെ പൊന്നുപിള്ളേരെ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അടുത്ത പോയിന്റിലേക്ക് 2024 ഒക്ടോബറിൽ iPhone 16, നമ്മുടെ ആ ലോകത്താണ്, നമ്മുടെ ആഗ്രഹം എന്താ? iPhone 16 വേണം. iPhone 16 നിരോധിച്ചു ഒരു രാജ്യം. ആ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ആ രാജ്യത്ത് 2024 ഒക്ടോബറിൽ iPhone 16 നിരോധിക്കുന്നു. അപ്പോൾ iPhone 16 നിരോധിച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഓക്കെ. 2024 ഗൂഗിളിന് 20 ഡെസിലിയൻ $20 പിഴ ഏർപ്പെടുത്തിയ രാജ്യമാണ് റഷ്യ. 2024 ഗൂഗിളിന് $20 ഡെസിലിയൻ പിഴ ഈടാക്കിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് റഷ്യയാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കുട്ടികൾ ഭൂരിഭാഗം സമയവും സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് സജീവമാണ്. അത് അവരുടെ മാനസിക ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കുന്ന ബില്ല്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ
ഉപയോഗിക്കരുത് എന്ന ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ 2024 ഒക്ടോബറിൽ ഐഫോൺ 16 നിരോധിച്ചത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. 2024 ഗൂഗിളിന് $20 ഏർപ്പെടുത്തിയ രാജ്യം റഷ്യയാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ഓസ്ട്രേലിയ ആണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് 2022 ഞങ്ങളൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇതേപോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ 2022 ക്ലാസ് 2.5 ലക്ഷം ആൾക്കാരാണ് ആ ക്ലാസ് കണ്ടത്. 2.5 ലക്ഷം ആൾക്കാരാണ് ആ ക്ലാസ് കണ്ടത്. ഇപ്പൊ നമ്മൾ കൺസിസ്റ്റൻ്റായി വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ, യൂട്യൂബിൽ വരാത്തത് കൊണ്ട്, ഒരു 2-3 മാസം മുമ്പാണ് നമ്മൾ സജീവമായത്. പലപ്പോഴും ഹാജാസ് ക്ലാസ്സസിൻ്റെ ഹാജ സാറിനേക്കാൾ കുട്ടികൾ ഇന്ന് PSC എഴുതുന്ന കുട്ടികൾ മറന്നുപോയി. അപ്പോൾ ദയവായി നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന കുട്ടികൾ, നിങ്ങൾക്ക് എവിടെയെല്ലാം ഇത് ഷെയർ ചെയ്യാൻ കഴിയും അവിടെയെല്ലാം ഇത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കമൻ്റ് ഇടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അവിടെ ഒന്നൊരു പിശുക്ക് കാണിക്കരുത്. നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായ രീതിയിൽ തന്നെയാണ് ഈ കറണ്ട് അഫയേഴ്സ് മുമ്പോട്ട് പോകുന്നത് എന്ന് വിചാരിക്കുന്നു. ഒരു പാർട്ടും കൂടി നമ്മൾ നാളെ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് കറണ്ട് അഫയർ 2025 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയർ അവിടെ അവസാനിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടോ? ഏറ്റവും നന്നായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ത്യയുടെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പം AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, AI ആണ്, ആളല്ല. ഓക്കെ, ജീവനില്ല. AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന പേരാണ് ദേവിക. ആരാണ് ദേവിക? AI ആണ്. AI ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ദേവിക ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. 2024 ഓഗസ്റ്റിൽ IT കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോമിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത് ആരാണ്? 2024 ഓഗസ്റ്റിൽ IT കമ്പനികളുടെ കൂട്ടായ്മയാണ് നാസ്കോമിന്റെ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ട ആളാണ് സിന്ധു ഗംഗാധരൻ. 2024 ഓഗസ്റ്റിൽ IT കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോമിന്റെ പുതിയ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. ഇനി കേൾക്കേണ്ടത്, കേരളം ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ പോവുകയാണ്. അപ്പോൾ കേരളം സമ്പൂർണ്ണ സാക്ഷരത, ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ പോകുന്ന സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഏത് പദ്ധതിയിലൂടെയാണ്? ഉത്തരം ഡിജി കേരളം. ഡിജി കേരളം എന്ന പദ്ധതിയിലൂടെ കേരളം ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ പോകുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന പേരെന്താ? ദേവിക. 2024 ഓഗസ്റ്റിൽ IT കമ്പനികളുടെ കൂട്ടായ്മയായ മാസ്കോമിന്റെ ചെയർപേഴ്സണായി വന്ന വ്യക്തി ആരാ? സിന്ധു ഗംഗാധരൻ. ഏത് പദ്ധതിയിലൂടെയാണ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ പോകുന്നത്? ഡിജി കേരളം. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ഏത് ടൈഗർ റിസർവിലാണ് കാട്ടുതീ നേരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി AI സംവിധാനം ഉണ്ടാക്കിയത്? ഇന്ത്യയിലെ ഏത് ടൈഗർ റിസർവിലാണ് കാട്ടുതീ നേരത്തെ കണ്ടെത്തിയാൽ നേരത്തെ അണയ്ക്കാം, വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും, അങ്ങനെ ഒരു AI സംവിധാനം സ്ഥാപിച്ചത്? ഉത്തരം പെഞ്ച്. ഇന്ത്യയിലെ ഏത് ടൈഗർ റിസർവിലാണ് കാട്ടുതീ നേരത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യമായി AI സംവിധാനം സ്ഥാപിച്ചത്? ഉത്തരം പെഞ്ച്. കരിക്കുണ്ടല്ലോ, ഇതിന്റെ തൊണ്ടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഏതാണെന്നറിയാമോ? നമ്മുടെ MG യൂണിവേഴ്സിറ്റി, കോട്ടയം.
കരിക്കിന്റെ തൊണ്ടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത സർവകലാശാലയാണ് MG സർവകലാശാല. നമ്മൾ ഇന്നലെ ഇതിന്റെ ആദ്യ ഭാഗം അപ്ലോഡ് ചെയ്തപ്പോൾ സൗരോർജത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ് എന്ന് ഉത്തരം പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഉണ്ട്. മില്ലറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഒന്നാമത്തെ രാജ്യം ഏതാണെന്ന് പറഞ്ഞു? ഇന്ത്യ ആണെന്ന് പറഞ്ഞു. രണ്ടാമത് ഏതാ? അമേരിക്ക. മൂന്നാമത് പാകിസ്ഥാനാണെന്ന് പറഞ്ഞു. പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ? അത് ചൈനയാണ്. കരിക്കിന്റെ തൊണ്ടിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് ചോദിച്ചാൽ MG യൂണിവേഴ്സിറ്റിയാണ്. കോട്ടയത്താണ് ഇതിന്റെ ആസ്ഥാനം. ഓക്കെ. കോഴിക്കോട് നഗരത്തെ സമ്പൂർണമായും മാലിന്യ വിമുക്തമാക്കുന്നതിന്റെ യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ ആപ്പിന്റെ പേരെന്താണ്? ചോദ്യ സാധ്യത വളരെ കൂടുതലാണ്. കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായും മാലിന്യ വിമുക്തമാക്കാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ ആപ്പിന്റെ പേരാണ് അഴക്. കാരണം ആ ഒരു ടേം വൃത്തിയായി കിടക്കുമ്പോൾ നല്ല അഴക്. കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായും മാലിന്യ വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ ആപ്പിന്റെ പേരാണ് അഴക്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കീടനാശിനി വിരുദ്ധ ബോഡി സ്യൂട്ടിന്റെ പേരാണ് കിസാൻ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കീടനാശിനി വിരുദ്ധ ബോഡി സ്യൂട്ടിന്റെ പേരാണ് കിസാൻ കവച്. ബ്രിക്കിൻസ് സ്റ്റെം ബാംഗ്ലൂരു ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത കീടനാശിനി വിരുദ്ധ ബോഡി സ്യൂട്ടിന്റെ പേരാണ് കിസാൻ കവച്. ഡിജിറ്റൽ, ഇപ്പൊ നമുക്കറിയാം ഓൺലൈനിലൂടെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഡിജിറ്റൽ തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനും അതാരാണ് അങ്ങനെയുള്ള തട്ടിപ്പുകൾ വെച്ച് നടത്തുന്നത് അത് വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനും അത് കണ്ടെത്തിയാൽ അത് തടയുന്നതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഒരു AI സംവിധാനത്തിന്റെ പേരാണ്. ഇവിടെ AI എന്നാണ്. നമ്മൾ ഇന്നലെയൊക്കെ ഐ എന്നാണ് കണ്ടത്. AI ആണത്, മാറി വരുന്നതാണ് കേട്ടോ. അതിന്റെ പേരാണ് മ്യൂൾ ഹണ്ടർ AI. ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച AI സംവിധാനത്തിന്റെ പേരാണ് മ്യൂൾ ഹണ്ടർ AI. ഇനി ഈ കള്ളന്മാരൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടും AI സംവിധാനം വന്നാൽ. ഇനി മനുഷ്യന് പകരം വളരെ സൂക്ഷ്മമായി വളരെ ആക്യുറേറ്റ് ആയി കാര്യങ്ങൾ ചെയ്യാൻ AIക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. AIയുടെ ലോകമാണ് വരാനിരിക്കുന്നത്. അപ്പോ കോഴിക്കോട് നഗരത്തെ സമ്പൂർണമായും മാലിന്യ വിമുക്തമാക്കുന്നതിന്റെ യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ ആപ്പിന്റെ പേരാണ് അഴക്. ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ AI സംവിധാനത്തിന്റെ പേരെന്താണ്? മ്യൂൾ ഹണ്ടർ AI. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. പോയിന്റ് കേൾക്കാം. IIT കാൺപൂര്. ഇവിടെ ഒരു ഇവിടെ ഒരു ഐ. ഓക്കെ, നമ്മളിത് പ്രിന്റിങ്ങിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കുകളാണ് കേട്ടോ. IIT കാൺപൂര് വികസിപ്പിച്ചെടുത്ത അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ പേരാണ് അനലക്ഷ്യ. മാത്തമെറ്റിക്കൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റം ആണ് അനലക്ഷ്യ. MSCS എന്ന് പറയും. അനലക്ഷ്യ MSCS. IIT കാൺപൂർ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അത്യാധുനികമായ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ പേരാണ് അനലക്ഷ്യ എന്ന്. മാത്തമെറ്റിക്കൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റം. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഐരാവതം, വെളുത്താന അല്ലെ, ഐരാവത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് ഐരാവത്. വിദ്യാർത്ഥികളുടെ ഹിന്ദി ഭാഷാ പ്രാവീണ്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും കിടിലം സംഭവമാണ് കൈറ്റ്. ഈ കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണം. വിദ്യാർത്ഥികളുടെ ഹിന്ദി ഭാഷാ പ്രാവീണ്യം ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈറ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു ലാംഗ്വേജ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് E-Cube ഹിന്ദി ലാംഗ്വേജ് ലാബ്. E-Cube ഹിന്ദി ലാംഗ്വേജ് ലാബ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ,
ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണൂരിലാണ്. കണ്ണൂരിലെ കെൽട്രോണിലാണ് ഇത് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം വരുന്നത് കണ്ണൂർ കെൽട്രോണിലാണ്. രാജ്യത്തെ AI സാഹചര്യങ്ങൾ സജ്ജീകരിക്കാൻ ഇന്ത്യയിലെ കമ്പനികളുമായി ധാരണയിലെത്തിയത്. ഇപ്പൊ രാജ്യത്തെ AI എന്നാണ്, ഇത് തിരിച്ചു വരണം കേട്ടോ. അപ്പോൾ രാജ്യത്ത് AI സാഹചര്യങ്ങൾ, നമ്മുടെ രാജ്യത്തെ AI സാഹചര്യങ്ങൾ സജ്ജീകരിക്കാൻ ഇന്ത്യയിലെ കമ്പനികളുമായി ധാരണയിലെത്തിയത് അമേരിക്കൻ ചിപ്പ് നിർമ്മാണ കമ്പനിയായ എൻവിഡിയയെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു? ഏറ്റവും ലാഭകരമായി ഓടുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് എൻവിഡിയ. അപ്പം ആ എൻവിഡിയ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. ആ കമ്പനി ഇന്ത്യയുടെ AI സാങ്കേതിക വിദ്യയുടെ ായിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്യുന്നു എന്നതാണ് വാർത്ത. ആംഗ്യഭാഷയിലുള്ള ഇന്ത്യൻ സൈൻ ലാംഗ്വേജിനെയാണ് ആംഗ്യഭാഷ എന്ന് പറയും. ആംഗ്യഭാഷയിലുള്ള ഏത് ചാനലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്ത PME വിദ്യ? ആംഗ്യഭാഷയിലുള്ള ഏത് ചാനലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്? PME വിദ്യ എന്നതാണ് ആ ഒരു ചാനൽ. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്രവുമായി ചേർന്ന് സ്കാം സേ ബച്ചോ ബോധവൽക്കരണ പദ്ധതി ആരംഭിച്ചത് മെറ്റയാണ്. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെല്ലാം ചെറുക്കുന്നതിന് കേന്ദ്രവുമായി ചേർന്ന് സ്കാം സേ ബച്ചോ എന്ന് പറയുന്ന ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചത് മെറ്റ. ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുമായി ഇന്ത്യൻ റെയിൽവേ കൈകോർക്കുന്ന സ്ഥാപനമാണ് കൊച്ചിയിലെ ഫ്ലൂയിട്രോൺ. ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുമായി ഇന്ത്യൻ റെയിൽവേ കൈകോർക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണ് കൊച്ചിയിലെ ഫ്ലൂയിട്രോൺ. ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുമായി ഇന്ത്യൻ റെയിൽവേ കൈകോർക്കുന്ന ഒരു സ്ഥാപനവുമായി ചേർന്ന് ഇന്ത്യൻ റെയിൽവേ കൈകോർക്കുന്നു, അത് കൊച്ചിയിലെ ഫ്ലൂയിട്രോൺ. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള അത് മാലിന്യം തടയുന്നതിന് വേണ്ടിയിട്ടെന്നാണ് നമ്മൾ നേരത്തെ ഒരു കറണ്ട് അഫയേഴ്സിൽ അത് പറഞ്ഞിട്ടുള്ളത്. അതാണ് ലിഗ്നോസാറ്റ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ തടി കൊണ്ടുള്ള കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരാണ് ലിഗ്നോസാറ്റ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള കൃത്രിമ ഉപകരണത്തിന്റെ പേരാണ് ലിഗ്നോസാറ്റ്. ഓക്കെ, ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. മഹ്ദ, ഓക്കെ, കൈഹാൻ 2, അതുപോലെ തന്നെ ഹാറ്റഫ് 1 എന്ന് പറയുന്നതൊക്കെ ഈ പേരൊക്കെ കേൾക്കുമ്പോഴേ അറിയാം, ഒരു അറബിക് ടച്ച് പോലെയുണ്ട്. ഇതെല്ലാം വിക്ഷേപിച്ചത് രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ഇറാനാണ്. ഇറാൻ. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ചൈനയാണ്. മഹ്ദ, കൈഹാൻ 2, ഹാറ്റഫ് 1 ഈ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ഇറാനാണ്. ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം 2024 ഫെബ്രുവരി 14 ഭൂമിയിൽ തിരികെ എത്തിയ ISROയുടെ വിദൂര സംവേദന ഉപഗ്രഹത്തിന്റെ പേരാണ് കാർട്ടോസാറ്റ് 2. എന്താണ് കാർട്ടോസാറ്റ് 2 എന്ന് ചോദിച്ചാൽ, ബഹിരാകാശത്തെ യാത്രകളൊക്കെ കഴിഞ്ഞ് 2024 ഫെബ്രുവരി 14 ഭൂമിയിൽ തിരികെ എത്തിയ ISROയുടെ വിദൂര സംവേദന ഉപഗ്രഹത്തിന്റെ പേരാണ് കാർട്ടോസാറ്റ് 2. അപ്പോ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. മഹ്ദ, കൈഹാൻ 2, ഹാറ്റഫ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? ഇറാനാണ്. ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം 2024 ഫെബ്രുവരി 14 ഭൂമിയിൽ തിരിച്ചെത്തിയ നമ്മുടെ ISROയുടെ വിദൂര സംവേദന ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? കാർട്ടോസാറ്റ് 2. സമുദ്രങ്ങൾ, അന്തരീക്ഷം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? പേസ് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, അതുപോലെ തന്നെ ഓഷ്യൻ എക്കോസിസ്റ്റം. ഇതിനെയാണ് നമ്മൾ ഇവിടെ
പേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് PACE അല്ലെ. P സ്റ്റാൻഡ്സ് ഫോർ പ്ലാങ്ക്ടൺ, A സ്റ്റാൻഡ്സ് ഫോർ എയറോസോൾ, C സ്റ്റാൻഡ്സ് ഫോർ ക്ലൗഡ്, E സ്റ്റാൻഡ്സ് ഫോർ ഓഷ്യൻ എക്കോസിസ്റ്റം. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനുള്ള നാസയും വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് പേസ്. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരാണ് ഒസിരിസ് റെക്സ്. എന്താണ്? ഒസിരിസ് റെക്സ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. റഷ്യക്കാരനായ ഒലെഗ് കൊനെൻകോയാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി. 1111 ദിവസമാണ് അദ്ദേഹം ബഹിരാകാശത്ത് തങ്ങിയത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസം തങ്ങിയ വ്യക്തിയുടെ പേര് ചോദിച്ചാൽ ഒലെഗ് കൊനെൻകോ എന്ന് ഉത്തരം പറയണം. റഷ്യയിലാണ്. 1111 ദിവസങ്ങളാണ് അദ്ദേഹം ബഹിരാകാശത്ത് തങ്ങിയത്. റഷ്യക്കാരനാണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ. ഇന്ത്യ ജപ്പാൻ ചന്ദ്രനിൽ ചാന്ദ്ര പര്യവേഷണ സംയുക്ത പദ്ധതിയുടെ പേരാണ് ലൂപെക്സ് എന്ന് വെച്ചാൽ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നാണ്. ഇന്ത്യ ജപ്പാൻ ചാന്ദ്ര പര്യവേഷണ സംയുക്ത പദ്ധതിയുടെ പേരാണ് ലൂപെക്സ്, ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നാണ് അതിൻ്റെ പേര്. അടുത്തത്, ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരി ആരാണ്? ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയുടെ പേരാണ് സുൽത്താൻ അൽ നയാദി. അത് ആരാണ് സുൽത്താൻ അൽ നയാദി എന്ന് ചോദിച്ചാൽ UAE-യിലെ യുവജനകാര്യ മന്ത്രിയാണ് ആര്? സുൽത്താൻ അൽ നയാദി. അപ്പോ ഇന്ത്യ ജപ്പാൻ ചാന്ദ്ര പര്യവേഷണ സംയുക്ത പദ്ധതിയുടെ പേരാണ് ലൂപെക്സ്, ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരി ആരാണെന്ന് ചോദിച്ചാൽ സുൽത്താൻ അൽ നയാദിയാണ്. അദ്ദേഹം UAE-യുടെ യുവജനകാര്യ മന്ത്രിയാണ്. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്? ഉത്തരം പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ്. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടത്, നോമിനേറ്റ് ചെയ്യപ്പെട്ടത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ്. അപ്പോൾ 3 പോയിന്റുകൾ കിടുവായിട്ട് പഠിച്ചെടുക്കാം. ഇന്ത്യ ജപ്പാൻ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേരാണ് ലൂപെക്സ്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി, UAE-യുടെ യുവജനകാര്യ മന്ത്രിയാണ്. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ് ആ ചിഹ്നഗ്രഹം നാമകരണം ചെയ്യപ്പെട്ടത് എന്ന് ഓർക്കണം. ഇന്ത്യ തദ്ദേശീയമായി നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനം, ആ വിമാനത്തിന്റെ പ്രത്യേകത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ആണ്. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ്. അതിൻ്റെ പേരെന്താണെന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ വിമാനം ഈ കാറ്റഗറിയിലുള്ള വിമാനമാണ്, UAV വിമാനമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ്. അതിൻ്റെ പേര് ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ എന്നാണ്. ഓക്കെ. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ആണ് ഇത് വികസിപ്പിച്ച് എടുത്തത്. പേര് മറക്കല്ലേ, ദൃഷ്ടി 10 സ്റ്റാർ ലൈനർ എന്നാണ്. ലോ എർത്ത് ഓർബിറ്റലിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ലോ എർത്ത് ഓർബിറ്റൽ, നമ്മൾ ഈ
സൗരയൂഥവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഈ ലോ എർത്ത് ഓർബിറ്റിനുകളുടെ കാര്യം പറയാറുണ്ട്. ലോ എർത്ത് ഓർബിറ്റലിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരെന്താണ്? ഭാരതീയ അന്തരീക്ഷ ഭവൻ. ഭാരതീയ അന്തരീക്ഷ ഭവനാണ് ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയം. ലോ എർത്ത് ഓർബിറ്റലിൽ ഇന്ത്യ ആദ്യമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ ഭവൻ. ഇനി സമുദ്രത്തിന്റെ അടിയിലെ ഇന്ത്യയുടെ ഗവേഷണ ദൗത്യത്തിന്റെ പേരാണ് സമുദ്രയാൻ. എന്താണ്? സമുദ്രയാൻ. സമുദ്രത്തിന്റെ അടിയിലാണ് ഇന്ത്യയുടെ ഗവേഷണ ദൗത്യം. അപ്പോ സമുദ്രത്തിനടിയിലെ ഇന്ത്യയുടെ ഗവേഷണ ദൗത്യത്തിന്റെ പേരാണ് സമുദ്രയാൻ. നാസ ചൊവ്വ പര്യവേഷണത്തിന്റെ ഭാഗമായി പേഴ്സിവിയറൻസ് പേടകത്തിനോടൊപ്പം അയച്ച ചെറു ഹെലികോപ്റ്റർ ആണ് ഇൻജെന്യൂനിറ്റി. ഓക്കെ, ഇൻജെന്യൂനിറ്റി എന്നാണ് എൻ്റെ പേര്. 72 പറക്കൽ നടത്തി 2024 ജനുവരി 25 ദൗത്യം പൂർത്തിയാക്കി. ഓക്കെ, ഇൻജെന്യൂനിറ്റി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഓർക്കണം, സമുദ്രത്തിനടിയിലുള്ള ഇന്ത്യയുടെ ഗവേഷണ ദൗത്യത്തിന്റെ പേരാണ് സമുദ്രയാൻ. നാസ ചൊവ്വ പര്യവേഷണത്തിന്റെ ഭാഗമായി പേഴ്സിവിയറൻസ് പേടകത്തിനോടൊപ്പം അയച്ച ചെറു ഹെലികോപ്റ്ററിന്റെ പേരാണ് ഇൻജെന്യൂനിറ്റി. അതേപോലെ മനുഷ്യന്റെ ചന്ദ്രവാസം, ചന്ദ്രനിൽ പോയി ഭൂമിയെ വലയം വെക്കുന്ന ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രനിൽ പോയി താമസിക്കാനുള്ള ആഗ്രഹം മനുഷ്യന് തുടങ്ങിയിട്ട് കുറേ നാളായി. അങ്ങനെയുള്ള ഒരു ചാന്ദ്രവാസം ലക്ഷ്യമാക്കിയുള്ള നാസയുടെ പുതിയ ദൗത്യത്തിന്റെ പേരാണ് ആർട്ടമിസ്. ചന്ദ്രനിൽ പോയി താമസിക്കണം. ആ ഒരു ദൗത്യത്തിന്റെ നാസയാണ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യത്തിന്റെ പേരാണ് ആർട്ടമിസ് എന്ന്. ആർട്ടമിസ്, മറന്നു പോകരുത്, ആർട്ടമിസ്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയുടെ വലുപ്പത്തിന് സമാനമായ ഗ്രഹത്തിന്റെ പേരെന്താണ്? ഓക്കെ, ഗ്ലീസ് എന്നാണ്. അപ്പോൾ ഗ്ലൈസ് എന്നും നമുക്ക് പറയാം. ഗ്ലൈസ് 12b എന്നാണ്. അപ്പോൾ സൗരയൂഥത്തിന്റെ പുറത്ത് ഭൂമിയുടെ വലിപ്പത്തിന് സമാനമായ ഒരു ഗ്രഹമുണ്ട്. അതിൻ്റെ പേരാണ് ഗ്ലൈസ്. GLIESE എന്ന് വായിക്കാം. മെഴുകിൽ, അതായത് മെഴുക് പാരഫിൻ ഓയിലാണ്. മെഴുകിൽ പ്രവർത്തിക്കുന്ന SR-75 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അപ്പോൾ മെഴുകിൽ പ്രവർത്തിക്കുന്ന SR-75 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യത്തിന്റെ പേരാണ് ജർമ്മനി. ഓക്കെ, അവിടുത്തെ ഈ ഒരു ഹൈംപൾസ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ജർമ്മനിയിലെ. അവരാണ് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് നടത്തിയത്. ചൈനയുടെ ബഹിരാകാശ നിലയത്തിന്റെ പേരെന്താണ്? ഉത്തരം ടിയാൻഗോങ് എന്നാണ്. ടിയാൻഗോങ് എന്നാണ് ചൈനയുടെ ബഹിരാകാശ നിലയത്തിന്റെ പേര്. ശ്രദ്ധിക്കണം, സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയുടെ സമാന വലിപ്പമുള്ള ഒരു ഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് ഗ്ലൈസ് 12b എന്നാണ്. മെഴുകിൽ പ്രവർത്തിക്കുന്ന SR-75 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി. അവിടെ ഏത് കമ്പനിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ചൈനയുടെ ബഹിരാകാശ നിലയത്തിന്റെ പേരാണ് ടിയാൻഗോങ്. ചൈനയുടെ ബഹിരാകാശ നിലയം. ഓക്കെ, ഗഗൻയാൻ ദൗത്യത്തിൽ ഏർപ്പെട്ട യാത്രികരെ പിന്തുണയ്ക്കുന്നതിനായി വിക്രം സാരാഭായി സ്പേസ് സെന്റർ വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് സഖി ആപ്പ്. അപ്പോൾ സഖി ആപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഗഗൻയാൻ ദൗത്യത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ ഒരു ദൗത്യത്തിൽ ഉൾപ്പെട്ട യാത്രക്കാരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി വിക്രം സാരാഭായി സ്പേസ് സെന്റർ വികസിപ്പിച്ചെടുത്തൊരു ആപ്ലിക്കേഷന്റെ പേരാണ് സഖി ആപ്പ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിന് സമീപം വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ പ്രദേശത്തിന് പുതിയ പേരുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റാറ്റിയോ ശിവശക്തി പോയിന്റ് എന്നാണ്. അപ്പോൾ ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിന് സമീപം വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റാറ്റിയോ ശിവശക്തി പോയിന്റ്. ഇന്ത്യയുടെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റിന്റെ പേരെന്താണ്?
ഇന്ത്യയുടെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റിന്റെ പേരാണ് അഗ്നിബാൺ. എന്താണ് പേര്? അഗ്നിബാൺ എന്നാണ് പേര്. അഗ്നിബാൺ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റിന്റെ പേരാണ് അഗ്നിബാൺ. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ്, പ്രൈവറ്റ് ബഹിരാകാശ കമ്പനിയാണ്. അഗ്നികുൽ കോസ്മോസ് ആണ് ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അടുത്ത പോയിന്റ്, നാസയുടെ അന്തരീക്ഷം നിരീക്ഷിക്കാനുള്ള ഉപഗ്രഹമാണ് ടൈംഡ്. ഇതിൻ്റെ പൂർണ്ണ രൂപം, അപ്പൊ അന്തരീക്ഷത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നാസയുടെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ടൈംഡ് എന്നാണ്. ഈ ടൈംഡ്, TIMED, അതിൻ്റെ പൂർണ്ണമായ രൂപം T stands for thermosphere, I stands for ionosphere, M stands for mesosphere. അടുത്തത് എനർജറ്റിക് ആൻഡ് ഡൈനാമിക്സ് എന്നാണ്. അങ്ങനെയാണ് ഈ ടൈംഡ് വന്നത്. അപ്പോൾ നാസ അന്തരീക്ഷത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപഗ്രഹം ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ടൈംഡ്. അതിൻ്റെ പൂർണ്ണ രൂപമാണ് തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, മീസോസ്ഫിയർ, അതുപോലെ എനർജറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് എന്നാണ് ഈ ടൈംഡിലെ ഓരോ ലെറ്ററുകളുടെയും പൂർണ്ണമായ രൂപം. ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന. ഇപ്പോൾ ശ്രദ്ധിക്കണം, ചൈന ചന്ദ്രന്റെ വളരെ സമ്പൂർണമായ HD ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ്, ചന്ദ്രനെ കുറിച്ചുള്ള ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ്. 71 വർഷങ്ങൾക്ക് ശേഷം 2024 ഭൂമിയോട് ഏറ്റവും അടുത്തു വന്ന വാൽ നക്ഷത്രം ഏതാണ്? 71 വർഷങ്ങൾക്ക് ശേഷം 2024 ഭൂമിയോട് ഏറ്റവും അടുത്തു വന്ന വാൽ നക്ഷത്രത്തിന്റെ പേരാണ് 12P പോൺസ് ബ്രൂക്സ് എന്നാണ്. ഡെവിൾ ധൂമകേതു എന്നാണ് അറിയപ്പെടുന്നത്. ഡെവിൾ ധൂമകേതു 12P എന്നാണ്. പോൺസ് ബ്രൂക്സ് എന്നാണ് എൻ്റെ പേര്. 71 വർഷങ്ങൾക്ക് ശേഷം 2024 ഭൂമിയോട് ഏറ്റവും അടുത്തു വന്ന വാൽ നക്ഷത്രത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പോൺസ് ബ്രൂക്സ് എന്നാണ്. പോൺസ് ബ്രൂക്സ് എന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിയുടെ ധ്രുവങ്ങളെക്കുറിച്ചും സമുദ്രനിരപ്പ് ഉയരുന്നതിനെക്കുറിച്ചും ഭൂമിയുടെ ധ്രുവങ്ങളെക്കുറിച്ചും സമുദ്രനിരപ്പ് ഉയരുന്നതിനെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേരാണ് പ്രീഫയർ. എന്താണ്? പ്രീഫയർ. പോളാർ റേഡിയന്റ് എനർജി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം. പ്രീഫയർ എന്നാണ്. ഭൂമിയുടെ ധ്രുവങ്ങളെക്കുറിച്ചും ഭൂമിയിൽ അതുപോലെ തന്നെ സമുദ്രനിരപ്പ് ഉയരുന്നതിനെ കുറിച്ചും പഠിക്കാൻ നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേരാണ് പ്രീഫയർ. PREFIRE എന്നാണ്. പോളാർ റേഡിയന്റ്. പോളാർ റേഡിയന്റ് എനർജി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെന്റ് എന്നാണ് ഇതിന്റെ പൂർണ്ണമായ രൂപം. ചിഹ്നഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ട്രോജൻ ചിഹ്നഗ്രഹങ്ങളെ പഠിക്കാനുള്ള ദൗത്യത്തിന്റെ നാസ അത് പഠിക്കാനായി 2021 നാസ വിക്ഷേപിച്ച പേടകത്തിന്റെ പേരാണ് ലൂസി. ആരാണ് ലൂസി? ലൂസി എന്ന് പറഞ്ഞാൽ ചിഹ്നഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് വ്യാഴത്തിലൊരു ചിഹ്നഗ്രഹമുണ്ട്, അതിന്റെ പേരാണ് ട്രോജൻ. ആ ചിഹ്നഗ്രഹങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നാസയുടെ ഉപഗ്രഹം, ആ ഉപഗ്രഹത്തിന്റെ പേരാണ് ലൂസി എന്ന്. ലൂസി. ഓക്കെ, പ്രീഫയറും പഠിച്ചു, ലൂസിയും പഠിച്ചു കഴിഞ്ഞ സ്ലൈഡിൽ നിന്നും. ക്ഷീരപഥത്തിലെ ഏറ്റവും വലിയ തമോഗർത്തങ്ങളിൽ ഒന്നാണ് ഗായ BH3. ഓക്കെ, അത് കണ്ടെത്തി. ഏറ്റവും വലിയ ക്ഷീരപഥത്തിലെ ഏറ്റവും വലിയ തമോഗർത്തങ്ങളിൽ ഒന്നായ ഈ പറയുന്ന ഗായ BH3 കണ്ടെത്തി. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗയ സ്പേസ് ടെലസ്കോപ്പ് അതാണ് കണ്ടെത്തിയത്. ഓക്കെ, ഗുജറാത്തിലെ ബന്നി എന്ന് പറയുന്ന സമതലത്തിൽ 6900 വർഷം പഴക്കമുള്ള ലൂണ ഇമ്പാക്ട് ക്രേറ്റർ കണ്ടെത്തിയ ഉപഗ്രഹത്തിന്റെ പേരാണ് നാസയുടെ ലാൻഡ് സാറ്റ് 8 എന്ന് പറയുന്ന ഉപഗ്രഹം. ഗുജറാത്തിലെ ബന്നി എന്ന് പറയുന്ന ഒരു ഒരു സമതലമുണ്ട്. ആ സമതലത്തിൽ 6900 വർഷം ഇയേഴ്സ് പഴക്കമുള്ള ലൂണ ഇമ്പാക്ട് ക്രേറ്റർ ഉപഗ്രഹത്തെ കണ്ടെത്തി നാസയുടെ ലാൻഡ്സാറ്റ് 8 ഉപഗ്രഹം. ISRO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ പേരാണ് പുഷ്പക്.
പുഷ്പക്. എന്താണ് പുഷ്പക്? ISRO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത വീണ്ടും 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 ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലോഞ്ച് വെഹിക്കിളിന്റെ പേരാണ് പുഷ്പക്. ISROയുടെ വെഹിക്കിളിന്റെ പേരാണ് പുഷ്പക്, തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്. കാലാവസ്ഥയും വലിയ സോളാർ കൊടുങ്കാറ്റുകളും നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ട് നാസയുടെ കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേരാണ് GOES-U. എന്താണ് GOES-U എന്ന് ചോദിച്ചാൽ കാലാവസ്ഥയും അതുപോലെ തന്നെ വലിയ കൊടുങ്കാറ്റുകളും ഒക്കെ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേരാണ് GOES-U എന്നാണ്. GOES-U. ജിയോ സ്റ്റേഷനറി ഓപ്പറേഷണൽ എൻവയോൺമെന്റൽ സാറ്റലൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യ അമേരിക്ക സംയുക്ത എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് നിസാർ. ഇന്ത്യ അമേരിക്ക സംയുക്തമായിട്ടുള്ള എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റിന്റെ പേരാണ് നിസാർ. അപ്പോൾ കാലാവസ്ഥയും വലിയ കൊടുങ്കാറ്റുകളും ഒക്കെ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹത്തിന്റെ പേരാണ് GOES-U. നാസയുടെ ഒരു കാലാവസ്ഥാ ഉപഗ്രഹമാണ് GOES-U. ഇന്ത്യയും അമേരിക്കയും ചേർന്നുള്ള എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റിന്റെ പേരാണ് നിസാർ എന്ന്. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് നിസാറിന്റെ പൂർണ്ണമായ, അല്ല നിസാർ എന്നുള്ള പേരല്ല, അത് നിസാർ ഒരു അബ്രിവിയേഷൻ ആണ്, ഒരു ചുരുക്കെഴുത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കുന്നതിനുള്ള കൈനറ്റിക്സ് ഇമ്പാക്ടർ ടെക്നോളജി വിജയകരമായി പ്രദർശിപ്പിച്ച നാസയുടെ ദൗത്യമാണ് DART, ഡബിൾ ആസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്നാണ് ഡാർട്ടിന്റെ പൂർണ്ണമായ പേര്. ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കുന്നതിന്, ചിഹ്നഗ്രഹത്തെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് കൈനറ്റിക് ഇമ്പാക്ടർ ടെക്നോളജി ഉപയോഗിക്കുന്നു. അങ്ങനെ അത് ഉപയോഗിച്ച് വിജയകരമായി പ്രദർശിപ്പിച്ച നാസയുടെ ദൗത്യമാണ് ഡാർട്ട്. അതുപോലെ നാസ അവരുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് വഴി ശുക്രനിലേക്ക് അയച്ച ഹിപ്പ് ഹോപ്പ് ഗാനത്തിന്റെ പേരാണ് ദ റൈൻ എന്നാണ്. സൂപ്പർ ഡ്യൂപ്പർ ഫ്ലൈ എന്നാണ് കേട്ടോ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം 2024 പകർത്തിയ നാസയുടെ ഓർബിറ്ററിന്റെ പേരെന്താണ്? മാർസ് ഒഡീസി എന്നാണ് ആ ഓർബിറ്ററിന്റെ പേര്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം 2024 പകർത്തിയ നാസയുടെ ഓർബിറ്ററിന്റെ പേരാണ് മാർസ് ഒഡീസി എന്ന്. അപ്പോ ചിഹ്നഗ്രഹത്തെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള കൈനറ്റിക് ഇമ്പാക്ടർ ടെക്നോളജി വിജയകരമായി പ്രദർശിപ്പിച്ച നാസയുടെ ദൗത്യമാണ് ഡാർട്ട്. മറക്കരുത്, നാസ അവരുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് വഴി ശുക്രനിലേക്ക് അയച്ച ഹിപ്പ് ഹോപ്പ് ഗാനമാണ് ദ റൈൻ. ഗാനമാണ് സൂപ്പർ ഡ്യൂപ്പർ ഫ്ലൈ. അതുപോലെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം 2024 പകർത്തിയ നാസയുടെ ഓർബിറ്ററിന്റെ പേരാണ് മാർസ് ഒഡീസി. എന്താണ് പേര്? മാർസ് ഒഡീസി. ശ്രദ്ധിക്കണം, മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ്ങിന്റെ ആദ്യ പര്യവേഷണ ദൗത്യത്തിന്റെ ഭാഗമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് ബോയിങ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിൽ യാത്ര തിരിച്ചത് എന്നാണ്. അപ്പം മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ്ങിന്റെ ആദ്യ പര്യവേഷണ ദൗത്യത്തിന്റെ ഭാഗമായി സുനിത വില്യംസും അതുപോലെ ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് 2024 ജൂൺ 5. 286 ദിവസത്തെ താമസത്തിന് ശേഷം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ 2025 മാർച്ച് 18 ഭൂമിയിലേക്ക് തിരികെ എത്തി. ഇത് ഇത്തവണ ചോദിക്കാതെ ഈ പരീക്ഷകളൊന്നും കടന്നു പോകില്ല. 2025 പരീക്ഷകൾ ഈ ഒരു കറണ്ട് അഫെയറിനെ ചോദിക്കാതെ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താതെ കടന്നു പോകില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 2024 ജൂലൈ മാസം ചൊവ്വയിൽ സൾഫർ
അറ്റോമിക് നമ്പർ 16 പീരിയോഡിക് ടേബിളിൽ സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ റോവറിന്റെ പേരാണ് ക്യൂരിയോസിറ്റി. 2024 ജൂലൈയിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തില് സൾഫർ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന നാസയുടെ റോവറിന്റെ പേരാണ് ക്യൂരിയോസിറ്റി. അടുത്തിടെ ചന്ദ്രനിൽ വെള്ളമുണ്ട്, അതിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനീസ് ദൗത്യമാണ് ചാങ്-ഇ-6. അടുത്തിടെ ചന്ദ്രനിൽ പോയിട്ട് അവിടെ വെള്ളം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ചൈനീസ് ദൗത്യത്തിന്റെ പേരെന്താണ്? ചാങ്-ഇ-6. ഇനി 86 വർഷത്തിനിടെ 86 കൊല്ലത്തിനിടെ ഏറ്റവും ചൂട് കൂടിയ ദിവസം എന്നായിരുന്നു 2024 ജൂലൈ മാസം 22-ാം തീയതി. 86 വർഷത്തിനിടെ ഏറ്റവും ചൂട് കൂടിയ ദിവസം 2024 ജൂലൈ മാസം 22-ാം തീയതി. 2024 ജൂലൈയിൽ ചൊവ്വയിൽ പോയി അവിടെ സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ റോവറിന്റെ പേരാണ് ക്യൂരിയോസിറ്റി. മറന്നുപോകരുത്. അടുത്തിടെ ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനീസ് ദൗത്യത്തിന്റെ പേരാണ് ചാങ്-ഇ-6. 86 വർഷത്തിനിടെ ഏറ്റവും ചൂട് കൂടിയ ദിവസം 2024 ജൂലൈ 22. അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയ സമുദ്രഭാഗം. ഏറ്റവും അടുത്തിടെയായി ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയ സമുദ്രഭാഗത്തിന്റെ പേരാണ് പസഫിക് സമുദ്രം. അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയ സമുദ്രഭാഗമാണ് പസഫിക്. ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗിക്കാൻ കഴിയുന്ന പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റാണ് റൂമി 1. ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേരാണ് റൂമി 1. ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? വെറും 21 വയസ്സാണ്. കാഴ്സൺ കിച്ചൻ. അപ്പോ ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കാഴ്സൺ കിച്ചൻ. ശ്രദ്ധിക്കണം, അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയ സമുദ്രഭാഗം പസഫിക് സമുദ്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റിന്റെ പേരാണ് റൂമി 1. ബഹിരാകാശത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത കാഴ്സൺ കിച്ചനാണ്. വെറും 21 വയസ്സ് പ്രായം മാത്രമാണ് ഉള്ളത്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമുക്ക് ഒരു പാർട്ടും കൂടെ കൊണ്ട് നമുക്ക് ഈ ഒരു എക്സ്ക്ലൂസീവ് കറണ്ട് അഫയർ 2025 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നന്നായി ക്ലാസ് ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഈ 2 ദിവസത്തെയും ഇന്നത്തെയും കറണ്ട് അഫയേഴ്സ് നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.